നിശബ്ദമായ നീക്കങ്ങൾ, രഹസ്യമായ ലക്ഷ്യങ്ങൾ. ലോകം മുഴുവൻ ഒരു യുദ്ധത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് സൗദി അറേബ്യയുടെ മണ്ണിൽ ഇന്ത്യയുടെ ആ അദൃശ്യമായ കരുത്ത് പറന്നിറങ്ങിയിരിക്കുന്നു. അതെ, അജിത് ഡോവലിന്റേത് സാധാരണ ഒരു സന്ദർശനമായിരുന്നില്ല. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പത്രക്കുറിപ്പുകളില്ല, ഔദ്യോഗിക പ്രഖ്യാപനങ്ങളില്ല. എന്നാൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും തുർക്കി പ്രസിഡന്റ് ഉർദുഗാനും സൗദി വിട്ടതിന് തൊട്ടു പിന്നാലെ ഡോവൽ റിയാദിൽ എത്തിയത് വെറുതെയല്ല. പാകിസ്ഥാൻ കെട്ടിപ്പൊക്കിയ സ്വപ്നങ്ങളും തുർക്കിയുടെ ഗൂഢാലോചനകളും തകർത്തെറിയാൻ ഇന്ത്യ ഒരുക്കിയ മാസ്റ്റർ പ്ലാൻ എന്താണ്? ഭാരതത്തിന്റെ അടുത്ത 25 വർഷത്തെ തലവര മാറ്റാൻ ആ രഹസ്യ മിഷൻ നമുക്ക് പരിശോധിക്കാം. സാധാരണ ഒരു വിദേശ സന്ദർശനത്തിന് മാസങ്ങൾക്ക് മുമ്പേ ഒരുക്കങ്ങൾ തുടങ്ങാറുണ്ട്. എന്നാൽ ഡോവൽ റിയാദിലെ കിങ് ഖാലിദ് എയർപോർട്ടിൽ ഇറങ്ങിയ വാർത്ത ലോകം അറിഞ്ഞത് ഇന്ത്യൻ അംബാസഡർ ഒരു ചിത്രം പങ്കുവച്ചപ്പോൾ മാത്രമാണ്. എന്തിനായിരുന്നു ഇത്രയും രഹസ്യം? ഇറാനും അമേരിക്കയും നേർക്കുനേർ നിൽക്കുന്നു. ചെങ്കടലിൽ ഹൂതികൾ ഇന്ത്യൻ കപ്പലുകളെ ലക്ഷ്യം വെക്കുന്നു. ഈ ഒരു ട്രാപ്പിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കാൻ ഡോവലിന് മുന്നിൽ ഒരേ ഒരു വഴി ഉണ്ടായിരുന്നുള്ളൂ. സൗദി അറേബ്യയാണത്. മദർ ഓഫ് ഓൾ ഡീൽസ് 3.0 എന്ന് വിളിക്കപ്പെടുന്ന ഈ ഒരു നീക്കം ചൈനയുടെയും പാകിസ്ഥാന്റെയും ഉറക്കം കെടുത്തുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ ആഹ്ലാദത്തിലായിരുന്നു. സൗദി അറേബ്യയുമായി തങ്ങൾ വമ്പൻ പ്രതിരോധ കരാർ ഒപ്പിട്ടുവെന്ന് അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. എന്നാൽ ഡോവൽ അവിടെ എത്തിയതോടെ ആ ആവേശം അസ്തമിച്ചു. യഥാർത്ഥ കളി ഇവിടെയാണ്. UAEയും സൗദിയും ഇന്ന് പാകിസ്ഥാനേക്കാൾ കൂടുതൽ ഇന്ത്യയെ വിശ്വസിക്കുന്നു. പാകിസ്ഥാനുമായുള്ള സൗദിയുടെ ബന്ധം ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകരുത്. ഈ ഒരു കർശന സന്ദേശമാണ് ഡോവൽ നൽകിയത്. തുർക്കിയും പാകിസ്ഥാനും ചേർന്ന് പശ്ചിമേഷ്യയിൽ ഇന്ത്യക്കെതിരെ പണിയുന്ന തന്ത്രങ്ങളെ ഒരു ചായക്കപ്പ് ചർച്ചയിലൂടെ ഡോവൽ തകർത്തെറിഞ്ഞു. ഇന്ന് സൗദിക്ക് ഇന്ത്യ വെറും ഒരു വ്യാപാര പങ്കാളിയല്ല, മറിച്ച് തന്ത്രപ്രധാനമായ ഒരു സെക്യൂരിറ്റി പാർട്ട്ണർ കൂടിയാണ്. G20 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദി പ്രഖ്യാപിച്ച ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്ന ഹൈവേയുടെ താക്കോൽ ഇപ്പോൾ ഡോവലിന്റെ കയ്യിലുമാണ്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയെ തകർക്കാൻ ഇന്ത്യ ഒരുക്കുന്ന ഈ ഒരു മാസ്റ്റർ പ്ലാൻ യാഥാർത്ഥ്യമായാൽ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ റെക്കോർഡ് വേഗത്തിൽ യൂറോപ്പിലെത്തും. ഇതിനോടൊപ്പം അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് കുറച്ചതും ശ്രദ്ധിക്കണം. അതായത് അമേരിക്കയിലേക്ക് കൂടുതൽ സാധനങ്ങൾ ഇന്ത്യക്ക് അയക്കാം. ഇതിന് പകരമായി പശ്ചിമേഷ്യയിൽ സമാധാനം ഉറപ്പാക്കാൻ അമേരിക്ക നോക്കുന്നത് ഇന്ത്യയുടെ മുഖത്തേക്കാണ്. അതെ, ഇന്ത്യ ഇന്ന് ലോകത്തിന്റെ വിശ്വഗുരു മാത്രമല്ല, ആഗോള തീരുമാനങ്ങൾ നിയന്ത്രിക്കുന്ന പവർ സെന്റർ കൂടിയായി മാറിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഡോവൽ ഇത്രയും അപകടകാരിയായ ശത്രുക്കൾക്ക് തോന്നുന്നത്? അദ്ദേഹം വെറും ഒരു ഉദ്യോഗസ്ഥനല്ല. പാകിസ്ഥാനിൽ 7 വർഷം രഹസ്യമായി താമസിച്ച് സർജിക്കൽ സ്ട്രൈക്കുകൾക്ക് നേതൃത്വം നൽകിയ ഇന്ത്യയുടെ റിയൽ ലൈഫ് ജെയിംസ് ബോണ്ട് കൂടിയാണ് അദ്ദേഹം. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി ഡോവലിന് നേരിട്ടുള്ള ബന്ധവുമാണുള്ളത്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദകരും ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ പോകുന്ന ഇന്ത്യയും ഒന്നിക്കുമ്പോൾ പുതിയൊരു ലോകക്രമം അവിടെ ജനിക്കുകയാണ്.